മെയിൻ ഒരു മേജർ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഒരു പോരായ്മയാണ് ഹൈവേയിൽ ഓട്ടിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത്യാവശ്യം നൈസ് സീറ്റ് തന്നെയാണ്. നമ്മൾ ലോങ് ഒക്കെ പോകാൻ അത്യാവശ്യം കംഫർട്ടബിളാണ്. ഗൈസ്, അപ്പോൾ ചിലർക്കൊക്കെ സംശയം കാണും, നമ്മുടെ വണ്ടിയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റുമോ? നമ്മുടെ ഒരു 100 cc വണ്ടിയല്ലേ, നമ്മുടെ ഒരു 150 cc വണ്ടിയല്ലേ, അതുകൊണ്ട് പോകാൻ പോസിബിൾ ആണോ? അങ്ങനെയൊക്കെ കുറേ പേർക്ക് ഡൗട്ട് കാണും. അപ്പോൾ ഞാൻ എങ്ങനെ വന്നത്, നമ്മുടെ വണ്ടിയെ പറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ പറയാം. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വണ്ടിയും ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ലൈക്ക് അടിച്ചൊരു കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയുടെ റിവ്യൂ, നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളും നമ്മളെങ്ങനെ വന്നതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ വന്ന വണ്ടി. യമഹയുടെ FZ ഡ്യൂലക്സ് വെർഷനാണ്. 149 cc, 150 cc. ഡിസ്ക് ബ്രേക്ക്, 2 ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ട് ABS. പിന്നെ ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് ഒരു 100, 105, 115 വരെയൊക്കെ കയറത്തോളം വണ്ടി. ആ ഒരു പോരായ്മയാണ് ഹൈവേയിൽ ഓട്ടിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ആ വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നൈസാണ്. നമ്മൾ വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു 50 കിലോമീറ്റർ വെച്ച് നിർത്തി ഒരു 50 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ചായക്കട കാണുമ്പോൾ നിർത്തി അവിടെ നിന്നൊരു എന്താ പറയുക, ഒരു ചായയൊക്കെ കുടിച്ച് നിർത്തി ചായയൊക്കെ കുടിച്ച് പിന്നെ ജസ്റ്റ് ഒരു പപ്സോ അല്ലെങ്കിൽ ഒരു വടയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ 50 കിലോമീറ്റർ നിർത്തി വരുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ചിലർക്ക് 100 കിലോമീറ്ററൊക്കെ ഒറ്റ സ്ട്രെച്ച് ഓട്ടിക്കാൻ പറ്റും. പക്ഷെ 50 കിലോമീറ്റർ നിർത്തി ഓട്ടിച്ചെന്നുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ടയേർഡാവും തോന്നില്ല, ടയേർഡായിട്ട് തോന്നില്ല. നമുക്ക് നൈസായിരിക്കും അത്. 50 കിലോമീറ്റർ നിർത്തിയിട്ട് അപ്പോഴേ ചായ കുടിച്ചിട്ട് അപ്പോഴേ വണ്ടി എടുത്തിട്ട് പോകില്ല. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ഷോർട്സൊക്കെ കണ്ട്, കുറച്ച് റീൽസൊക്കെ കണ്ട്, നമ്മൾ കുറച്ച് നേരം ആരെങ്കിലുമൊക്കെ വിളിക്കുകയാണെങ്കിൽ വിളിച്ച് നമ്മൾ സ്റ്റോറിയൊക്കെ ഇട്ട് നമുക്ക് അങ്ങനെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുക. പിന്നെ വണ്ടി എടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 100, 105 നമ്മുടെ ടോപ്പ് എൻഡിൽ ഇങ്ങനെ പിടിച്ച് ഒരേ ഇതിൽ പോകല്. കാരണം നമുക്ക് എൻജിൻ ചെറിയ വീക്കാവും. നമ്മളൊരു 60 പോയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു 100, പിന്നെ ഒരു 90, പിന്നെ ഒരു 80, പിന്നെ ഒരു 90, പിന്നെ ഒരു 100, അങ്ങനെ മാറ്റി ഓട്ടിക്കുക. പിന്നെ വണ്ടിക്ക് അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് മാറ്റം വരുത്തിയെന്ന് പറഞ്ഞാൽ ഈ ക്യാരിയർ മാറ്റി നമ്മുടെ ബാഗ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ വിഘ്നേഷും കൂടെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ക്യാരിയർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ സീറ്റ് അത്യാവശ്യം കംഫർട്ടാണ്, അത്യാവശ്യം വൈഡാണ് സീറ്റ്. അതുകൊണ്ട് സീറ്റിൻ്റെ കാര്യത്തിൽ വലിയ പോരായ്മ പറയാനൊന്നുമില്ല. അത്യാവശ്യം നൈസ് സീറ്റ് തന്നെയാണ്. നമ്മൾ ലോങ് ഒക്കെ പോകാൻ അത്യാവശ്യം കംഫർട്ടബിളാണ്. എന്ന് വെച്ച് പക്കാ ടൂറിങ് ബൈക്കൊന്നും അല്ല ഇത്. പക്ഷേ നമുക്ക് അത്യാവശ്യം കംഫർട്ടായിട്ടുള്ളൊരു ബൈക്കാണ്. നമുക്ക് ടൂറിങ്ങൊക്കെ പോകാൻ പറ്റിയൊരു ബൈക്കാണ്. പക്ഷേ ആ ഹൈവേയിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞത് ആ ടോപ്പിൻ്റെ നമുക്ക് അതൊരു ചെറിയൊരു മിസ്സിങ് ഫീലാണ്. കാരണം ഹൈവേയിലൊക്കെ ചില ഓപ്പൺ റോഡ് കാണുമ്പോൾ നമുക്ക് ഈ പവറൊന്നും പോരാ, നമുക്ക് ഇനിയും പവർ വേണമെന്ന് തോന്നിപ്പോവും. ആ സമയത്ത് വണ്ടി നമുക്ക് ചെറിയൊരു ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു നെഗറ്റീവ് പോലെ എന്ന് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ ബ്രേക്കിങ്ങും കാര്യങ്ങളും എല്ലാം അല്ലായിരുന്നു. നമ്മൾ ഇവിടെ വന്നിട്ട് ബ്രേക്കിംഗ് പാഡ് മാറ്റിയത്. നമ്മൾ ഇറങ്ങുമ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു ബ്രേക്കിങ്. പിന്നെ എൻജിൻ ഓയിൽ എല്ലാം അവിടുന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമായിരുന്നു. പക്ഷേ നമ്മളത് വിട്ടുപോയി. പക്ഷേ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ബ്രേക്ക് പാഡെല്ലാം മാറ്റി, അത് ഓക്കെയാണ്. പിന്നെ എൻജിൻ സൈഡെല്ലാം എൻജിൻ ഓയിലും അതിനൊക്കെ എൻജിൻ ഓയിൽ ഫിൽറ്ററും പിന്നെ എയർ ഫിൽറ്ററെല്ലാം നമ്മളൊരു ഒരാഴ്ച മുന്നേ മാറ്റിയത്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മിററൊക്കെ അത്യാവശ്യം നൈസാണ്. പിന്നെ വണ്ടി 10,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതുവരെ ഒരു പ്രശ്നമൊന്നുമില്ല. വണ്ടി നൈസ് സീനാണ്. അപ്പോൾ അതൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. പിന്നെ മെയിൻ ഒരു മേജർ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. അത് FZ യൂസ് ചെയ്യുന്ന മിക്ക പേർക്കും അറിയാവുന്നൊരു കാര്യം തന്നെ ആയിരിക്കും. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഭയങ്കര മോശമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ ഏതെങ്കിലും ലൈറ്റ് ഫിറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഹൈവേയിലൊക്കെ വരുമ്പോൾ നല്ലോണം ഫീലാവും. വണ്ടിയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വെട്ടമൊന്നും കാണാൻ പോലും കാണത്തില്ല. പിന്നെ കുറച്ചുണ്ട്, എന്നാലും അത്യാവശ്യം കുറച്ച് മോശമാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്. ബാക്കിയെല്ലാം പക്കയാണ്. പിന്നെ 10,000 കിലോമീറ്റർ ഓടിൻ്റെ ഒരു റിവ്യൂ പ്രത്യേകം നമ്മളിടാം. അപ്പം അതുകൊണ്ട് ജസ്റ്റ് കണ്ടു നോക്ക്. ഓക്കെ, അപ്പോൾ ടാറ്റാ, ബൈ.